ഇപ്പോൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻകമാണ് വേണ്ടത് എന്നുള്ളത്. വളരെ നല്ല ജോലിയിൽ നല്ല പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവർ, നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നവർ, നല്ല സാലറി ഉള്ളവർ, അവർ ആക്ച്വലി മാർക്കറ്റിലോട്ട് വന്നത് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മാർക്കറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. ഒരു സ്റ്റോക്ക് വീണുകൊണ്ടിരിക്കുമ്പം അത് വിറ്റുമാറണോ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് വരുമ്പം അവിടെ കട്ട് ചെയ്ത് മാറണോ എന്നുള്ളത് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഹായ് ഫ്രണ്ട്സ്, ഓഹരിപണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നിങ്ങളൊരു ബിഗിനറാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവർക്കും എല്ലാ ട്രേഡിംഗ് സ്റ്റൈലും ഒരിക്കലും സ്യൂട്ടബിൾ ആയെന്ന് വരില്ല. ചില ആൾക്കാർക്ക് ഇൻട്രാഡേ ട്രേഡിംഗ് സ്റ്റൈലായിരിക്കും സ്യൂട്ടബിൾ, ചില ആൾക്കാർക്ക് സ്വിംഗ് ട്രേഡിംഗ് ആയിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് ട്രേഡിംഗ് സ്റ്റൈലിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീരുമ്പം തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്വിംഗ് ട്രേഡിംഗ് ആണോ ഇല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി സ്വയം ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും. നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് വന്നത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെല്ലാവരും മാർക്കറ്റിലോട്ട് വന്നത് പണം ഉണ്ടാക്കാനാണ്. പക്ഷെ പണം ഉണ്ടാക്കുന്നതിലും നമുക്ക് ആക്റ്റീവ് ഇൻകം എന്നും പാസീവ് ഇൻകം എന്നും അങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ ഒരു ജോലി പോലെ കണക്കാക്കി, ഇല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ബിസിനസ് പോലെ കണക്കാക്കി മുഴുവനായിട്ടും മാർക്കറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഈ ഒരു രീതി പ്രധാനമായിട്ടും ഇൻട്രാഡേ ട്രേഡേഴ്സിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊരു മേജർ ഇൻകം സോഴ്സ് ആയതുകൊണ്ട് റെഗുലറായിട്ട് അതിൽ നിന്ന് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. കാരണം ഇതവരുടെ ഒരു മേജർ ആയിട്ടുള്ള ഇൻകമാണ്. നമുക്ക് മന്ത്ലിയോ ഇല്ലെങ്കിൽ ക്വാർട്ടർലി എങ്കിലും ഒരു പേ ഔട്ട് പോലെ ഇല്ലെങ്കിൽ പൈസ എടുക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇനി നിങ്ങളൊരു പാസീവ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ മിനിമൽ എഫേർട്ടോട് കൂടി, അതായത് നിങ്ങളുടെ വേറൊരു ജോലിയോടൊപ്പം അല്ലെങ്കിൽ വേറൊരു ബിസിനസ്സിനോടൊപ്പം വളരെ മിനിമൽ എഫേർട്ടോട് കൂടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു എക്സ്ട്രാ ഇൻകത്തെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. സോ ഒരു പാസീവ് ഇൻകം ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? സ്വിംഗ് ട്രേഡിംഗ് ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈൽ. സോ ഒരു പാസീവ് ഇൻകം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പൊസിഷണൽ ട്രേഡിങ് ഇല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്, അതേപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒരു ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പം ആദ്യം നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻകമാണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് ആക്ച്വലി വേണ്ടത്, ഇപ്പോൾ ചില ആൾക്കാരുണ്ട് വളരെ നല്ല ജോലിയിൽ നല്ല പ്രൊഫഷണലി വർക്ക് ചെയ്യുന്നവർ, നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നവർ, നല്ല സാലറി ഉള്ളവർ, അവർ ആക്ച്വലി മാർക്കറ്റിലോട്ട് വന്നത് ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, എക്സ്ട്രാ എമൗണ്ട് കയ്യിലുണ്ട്, അത് FD ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വേറൊരു ബിസിനസ് നമുക്ക് ഒരു ജോലിയോടൊപ്പം കൊണ്ടുപോകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഇത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നവരായിരിക്കും. പക്ഷേ മാർക്കറ്റിൽ വന്നതിന് ശേഷം അവരെന്താണ്? ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുകയും ഇല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് അറിയുകയും അതിലോട്ട് പോവുകയും അതുവഴി അവിടെ ട്രേഡ് ചെയ്ത് സക്സസ് ആകാൻ ശ്രമിക്കുകയും, പക്ഷേ എന്താണ്? ജോലിയുടെ കൂടെ ഇത് ശ്രമിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? അവർക്ക് സക്സസ് ആകാൻ പറ്റാതെ വരും, വേണ്ട ഒരു സ്ക്രീൻ ടൈം അവർക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പം ഇതൊക്കെ ഒരു വലിയൊരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്താണ്? ഒരു പാസീവ് ഇൻകം സോഴ്സ് ആണ്. ഓക്കെ, എന്നാൽ ചില ആൾക്കാരുണ്ട് എനിക്കിതൊരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവർ, അവർക്ക് എന്താണ്? ഈ ഒരു ആക്റ്റീവ് ഇല്ലെങ്കിൽ ഇൻട്രാഡേ സ്യൂട്ടബിൾ ആണ്. അപ്പം നിങ്ങൾ ഇപ്പം തീരുമാനിക്കുക, ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഈ ഒരു ലെവലിൽ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ആക്റ്റീവ് ആണോ പാസീവ് ആണോ വേണ്ടത് എന്നുള്ളത്. എങ്കിൽ മാത്രമാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ട്രേഡിങ്ങിലെ ഒരു പ്രധാന 4 പോയിൻ്റാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ടൈമാണ്, രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്, മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ബിഹേവിയർ ആണ്, നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ചാർജസ് ആണ്, ഇല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യേണ്ടതായിട്ട് വരുന്ന എക്സ്പെൻസസ് ആണ്. ഓക്കെ, സോ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ളിൽ ആദ്യത്തെ പോയിൻ്റ് ടൈമാണ്.
ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് രാവിലെ 9:30 മുതൽ ഇല്ലെങ്കിൽ 9:15 മുതൽ ഒരു 3:30 വരെ സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അവർക്ക് അത്രത്തോളം സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഡെയിലി മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം 1-2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു സ്വിംഗ് ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അങ്ങനല്ല, നമ്മളൊരു ഹയർ ടൈം ഫ്രെയിമാണ് ചൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വീക്കിലി 1-2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ടും നമുക്ക് എന്താണ് നല്ലൊരു സ്വിംഗ് ട്രേഡർ ആകാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ വീക്കിലി 1-2 മണിക്കൂർ മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് ഇല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു ആക്റ്റീവ് ഇൻകം നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സക്സസ് ആകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടൈം കൺസ്യൂമിംഗ് ഉള്ള ഇല്ലെങ്കിൽ ഒത്തിരി സ്ക്രീൻ ടൈം ആവശ്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്റ്റൈലാണ്. സ്വിംഗ് ട്രേഡിങ്ങിന് വളരെ ചെറിയ ഒരു സമയം മതി. സോ നിങ്ങൾക്ക് ഇൻട്രാഡേക്ക് വേണ്ട സമയം കൊടുക്കുവാൻ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. നിങ്ങൾക്ക് ഇൻട്രാഡേക്ക് കൊടുക്കാനുള്ള സമയം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. ഇനി രണ്ടാമത് ഇമോഷൻസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പം ഒരു ഇൻട്രാഡേ ട്രേഡറുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇമോഷൻസ് തന്നെയാണ്. ഇപ്പം ഇൻട്രാഡേ ആണെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും എല്ലാം തന്നെ എന്താണ് ഇമോഷൻസിൻ്റെ ഒരു വലിയൊരു റോളുണ്ട്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒരു ഇൻട്രാഡേ ട്രേഡർക്കാണ്. കാരണം എന്താണ്, ഇൻട്രാഡേ ട്രേഡർക്ക് എപ്പോഴും തന്നെ ലൈവ് മാർക്കറ്റിൽ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നു. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓർ ലോസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലെങ്കിൽ മാർക്കറ്റ് റൺ ആയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. ഒരു സ്റ്റോക്ക് വീണുകൊണ്ടിരിക്കുമ്പം അത് വിറ്റുമാറണോ എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരുന്നു. ഇല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് വരുമ്പം അവിടെ കട്ട് ചെയ്ത് മാറണോ എന്നുള്ളത് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എന്താണ്, പലപ്പോഴും നമ്മൾ പാനിക് ആകുന്ന സിറ്റുവേഷൻസ് വരും. പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഡിസിഷൻസൊക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ ഇമോഷണലി ഡ്രൈവൺ ആയിരിക്കും ആ ഒരു മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്. സോ അത് വലിയൊരു ഒരു എന്താ പറയുക, ഒരു ടാസ്ക്കാണ് ഇല്ലെങ്കിൽ ഒരു ഇഷ്യൂ ആണ് ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യുന്ന മാർക്കറ്റിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും എൻഡ് ഓഫ് ദി ഡേയിലാണ് വരുന്നത്. അതായത് മാർക്കറ്റ് കഴിഞ്ഞ് ഇല്ലെങ്കിൽ എൻഡ് ഓഫ് ദി വീക്ക് നമ്മൾ ചാർട്ടുകൾ പരിശോധിച്ച് ലെവലുകൾ മാർക്ക് ചെയ്ത് ഓക്കെ ഈ ലെവലിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എൻട്രി എടുക്കുന്നു. ഇല്ല എങ്കിൽ ഈ ലെവലിന് താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുന്നു എന്നുള്ള ഡിസിഷൻ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പരിധിവരെ ഇമോഷൻസ് നമ്മളെ അത്രത്തോളം ബാധിക്കത്തില്ല. ഇപ്പം ഒരു GTT ഓർഡറൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ എൻട്രി 100 ആണെങ്കിൽ 100 എന്ന് അവിടെ മാർക്ക് ചെയ്ത്, ടാർഗറ്റ് 130 ആണെങ്കിൽ 130 മാർക്ക് ചെയ്ത് 90 സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് GTT ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരുന്നില്ല. ലൈവ് മാർക്കറ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ എടുക്കേണ്ടതായിട്ടും വരുന്നില്ല. സോ കമ്പാരിറ്റീവ്ലി ഒരു സ്വിംഗ് ട്രേഡർക്ക് ഒരു ഇമോഷണൽ ട്രിഗർ കുറവാണ്. ഇമോഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു ഇൻട്രാഡേ ട്രേഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു സ്വിംഗ് ട്രേഡർക്ക് ഇമോഷൻസ് ട്രിഗർ ആകുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇമോഷൻസ് അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ കഴിവില്ലാത്ത ഒരാളാണ് എങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡ് ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൾറെഡി ആവശ്യത്തിന് സമയവും നല്ല രീതിയിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ് ചൂസ് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തത് മാർക്കറ്റിൻ്റെ ബിഹേവിയറാണ്. അതായത് ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് എല്ലാ കാലവും എല്ലാ ദിവസവും ഒരേ സ്ട്രാറ്റജി തന്നെ അപ്ലൈ ചെയ്ത് മുൻപോട്ട് പോവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലമാണ്. കാരണം ചില സമയത്ത് മാർക്കറ്റ് എന്താണ്, തീരെ മൂവ്മെൻറ്റ് ഇല്ലാത്ത മാർക്കറ്റ് വരും. എന്നാൽ ചില സമയത്തോ നല്ല വോൾട്ടാലിറ്റി ഉള്ള മൂവ്മെൻറ്റ്സ് വരും. അപ്പം മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഓരോ സൈക്കിളിലും ഇപ്പം ബുൾ മാർക്കറ്റിലുള്ള ക്യാരക്ടർ ആയിരിക്കില്ല ബിയർ മാർക്കറ്റിലുള്ളത്, ബുൾ മാർക്കറ്റിലും ബിയർ മാർക്കറ്റിലും ഉള്ള ക്യാരക്ടർ ആയിരിക്കില്ല സൈഡ് വേസ് മാർക്കറ്റിലുള്ളത്. സോ മാർക്കറ്റ് ബിഹേവിയർ മനസ്സിലാക്കാനും അതിനനുസരിച്ച് പെട്ടെന്ന് അവരുടെ ട്രേഡിംഗ് സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസ്, അവരുടെ സ്ട്രാറ്റജി മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, ട്രേഡിംഗ് സ്റ്റൈലിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെറിയ ചേഞ്ചസ് വരുത്തുവാനും നമുക്ക് ക്വിക്കായിട്ട് സാധിക്കണം. വളരെ പെട്ടെന്ന് നമുക്ക് ആ സിറ്റുവേഷൻ മാറുന്നത് റിയലൈസ് ചെയ്യാനും അതിനനുസരിച്ച് വളരെ പെട്ടെന്ന് റൈറ്റ് ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു സ്കില്ല് ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് വേണം.
എന്നാൽ ഒരു സ്വിംഗ് ട്രേഡറുടെ കാര്യത്തിലോട്ട് വരുമ്പം സ്വിംഗ് ട്രേഡർക്ക് മാർക്കറ്റ് ബിഹേവിയറിൽ ഫസ്റ്റ് ഒരു വെല്ലുവിളി ആയിട്ടുള്ളത് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാർക്കറ്റിനെ ടൈമിങ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്, ഒരു സ്വിംഗ് ട്രേഡർക്ക് എപ്പോഴും മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ മാർക്കറ്റ് ബിയറിഷ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി മാറി നിൽക്കാനും മാർക്കറ്റിൽ കറക്റ്റ് ടൈമിൽ ടൈമിങ് ചെയ്തുകൊണ്ട് എൻ്റർ ചെയ്യാനും വേണ്ടിയിട്ട് സ്വിംഗ് ട്രേഡർക്ക് സാധിക്കണം. സോ സ്വിംഗ് ട്രേഡർക്ക് കമ്പാരിറ്റീവ്ലി ചെറിയ എന്തെങ്കിലും നമുക്ക് ടെക്നിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റിനെ ടൈമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു ടൂൾ വെച്ചുകൊണ്ടൊന്നും മാർക്കറ്റിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റത്തില്ല. മാർക്കറ്റിനെ എക്സ്പീരിയൻസ് ചെയ്ത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. സോ അതൊരു വലിയൊരു തടസ്സം തന്നെയാണ് ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം. നാലാമത് പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. രണ്ടു പേർക്കും ബ്രോക്കറേജസ് ഉണ്ട്, പക്ഷേ ഒരു ഇൻട്രാഡേ ട്രേഡർക്ക് എന്താണ്, നമ്പർ ഓഫ് ട്രേഡ്സ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ബ്രോക്കറേജും വളരെ കൂടുതലായിരിക്കും, അതായത് എക്സ്പെൻസസ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഡെലിവറിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ബ്രോക്കറേജസ് ഇല്ല, പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സിന് ബ്രോക്കറേജസ് ഉണ്ട്. ഇപ്പം നമ്മളുടെ തന്നെ P&L ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഇല്ലെങ്കിൽ ലോസിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ബ്രോക്കറേജ് തന്നെയാണ്. സോ ഈ ഒരു ബ്രോക്കറേജിനെ മറികടന്ന് നമ്പർ ഓഫ് ട്രേഡ്സ് പ്രോപ്പറായി എടുത്തുകൊണ്ട് മുന്നോട്ട് ഒരു സക്സസ്ഫുള്ളായിട്ട് പോവുക എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ വലിയൊരു തടസ്സമാണ്. എന്നാൽ സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ബ്രോക്കറേജ് വളരെ കുറവാണ് എന്നുള്ളത് ഒരു സ്വിംഗ് ട്രേഡറുടെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പം എന്താണ്, ഒരു ഇൻട്രാഡേ ട്രേഡർ ആകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സമയം വേണം, നല്ല ഇമോഷൻസ് കൺട്രോൾ വേണം. മൂന്നാമത്തത് എന്താണ്, നമുക്ക് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അതിനനുസരിച്ച് നമുക്ക് ട്രേഡിംഗ് സ്റ്റൈലിൽ ചെറിയ ചേഞ്ചസ് വരുത്താനുള്ള കഴിവുകൾ വേണം. നാലാമത് എന്താണ്, ബ്രോക്കറേജിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറുന്നതിന് പകരം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുത്ത് ബ്രോക്കറേജ് വലിയൊരു തടസ്സമല്ലാതെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. ഇനി സ്വിംഗ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സ്വിംഗ് ട്രേഡർക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് സമയം മതി. ഇമോഷൻസ് ഒരു പരിധി വരെ എൻഡ് ഓഫ് ദി ഡേ അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഡിസിഷൻസ് എടുക്കാതെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട, പകരം നമുക്ക് മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നാലാമത്തത്, കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ബ്രോക്കറേജ് മതി. ഇപ്പം സ്വിംഗ് ട്രേഡിങ്ങിൽ എൻ്റെ പേഴ്സണൽ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡിസിഷൻ, അതായത് ഞാൻ കുറേ വർഷക്കാലം സ്റ്റോക്ക് ബ്രേക്കൗട്ട് നടക്കുന്നതും എൻട്രിക്ക് കൺസിഡർ ചെയ്യുന്നതും ലൈവ് മാർക്കറ്റിൽ സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ടാണ്. പക്ഷേ അതിന് പകരം ഞാൻ ഒരിക്കലും ഡിസിഷൻ എടുത്തു, ലൈവ് മാർക്കറ്റ് കഴിഞ്ഞ് എൻഡ് ഓഫ് ദി ഡേയിൽ സ്റ്റോക്കുകൾ കണ്ടെത്തിയാണ് ഞാൻ ഇനി മുതൽ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ള ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ ട്രേഡിംഗ് സ്റ്റൈലിൽ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. കാരണം ഞാൻ സ്റ്റോക്കുകൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഇമോഷൻസ് വർക്ക് ആകുന്നില്ല. അയ്യോ, ഈ സ്റ്റോക്ക് കയറി പോവുകയാണല്ലോ, ഇപ്പം തന്നെ ബൈ ചെയ്യണമല്ലോ, അങ്ങനെയുള്ള ചിന്തയൊന്നും വരുന്നില്ല. കാരണം എന്താണ്, എൻഡ് ഓഫ് ദി ഡേ ആണ്. സോ എനിക്ക് കൂടുതൽ സമയം ഒരു സ്റ്റോക്കിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ ഒരു 10-500 സ്റ്റോക്കുകൾ നോക്കി അതിൽ നിന്ന് ബെസ്റ്റ് വണ്ണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ ലൈവ് മാർക്കറ്റിൽ എന്താണ്, നമ്മളിങ്ങനെ 10-15 സ്റ്റോക്ക് നോക്കി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഒരു ബ്രേക്കൗട്ട് കാണുമ്പോൾ ചാടി കയറി അതിൽ കയറും നമ്മൾ. കാരണം എന്താണ്, ബാക്കിയുള്ള സ്റ്റോക്കുകൾ വരുമ്പോഴത്തേക്ക് ഇത് കയറി പോയാലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റോക്കുകൾ നോക്കി വരുമ്പോൾ ഇത് ഒത്തിരി മൂവ് ചെയ്താലോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. സോ എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ എടുക്കുന്നത് ഒരു സ്വിംഗ് ട്രേഡർക്ക് വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം, ഇപ്പം നമ്മൾ 4 കാര്യങ്ങളും പറഞ്ഞപ്പോൾ സ്വിംഗ് ട്രേഡർക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ അർത്ഥം ഇൻട്രാഡേ ട്രേഡർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒന്നുമില്ല, എല്ലാം നെഗറ്റീവ് ആണെന്നല്ല. സോ ഇൻട്രാഡേ ട്രേഡറുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ഓവർനൈറ്റ് റിസ്ക് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ലീവറേജ് കിട്ടും. അല്ലെങ്കിൽ എന്താണ്, അവർക്ക് 5x 10x ഒക്കെ വെച്ചുകൊണ്ട് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയൊരു എമൗണ്ടിലും വലിയ പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ സെയിം ടൈം അത് വളരെ വലിയൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ക്വിക്കായിട്ടുള്ള റിസൾട്ട് കിട്ടും. വളരെ ചെറിയ മിനിറ്റ് കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ അവർക്ക് എന്താണ്, അവരുടെ ട്രേഡിങ്ങിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ സ്വിംഗ് ട്രേഡർക്ക് ചിലപ്പം 1-2 ആഴ്ച അല്ലെങ്കിൽ മാസങ്ങളോളം കയ്യിൽ വെച്ച് കഴിയുമ്പോഴാണ് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള ഒരു റിസൾട്ട് കിട്ടുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻട്രാഡേ ട്രേഡർക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ്. ഒരു ദിവസം തന്നെ ഇത്രയും സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇത്രയും ഇൻഡെക്സുകൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷേ അതെന്താണ്, ഓവർ ട്രേഡിങ്ങിലോട്ട് പലപ്പോഴും ലീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് പ്രധാനമായിട്ട് ഒരു സ്വിംഗ് ട്രേഡർക്കും ഇൻട്രാഡേ ട്രേഡർക്കും ഉള്ള ഇല്ലെങ്കിൽ എന്താണ് ഒരു പ്രോ ആൻഡ് കോൺസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം
നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്റ്റൈൽ ഏതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ടൈമുണ്ട്, അല്ലെങ്കിൽ ഇൻട്രാഡേ ആണ് സ്യൂട്ടബിൾ, അല്ലെങ്കിൽ സ്വിംഗ് ആണ് എനിക്ക് നല്ലത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി ആ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ ചൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സക്സസ് ആകാനും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏതാണ് ഇതിൽ ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മേ ബി അത് ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആവും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.